കുട്ടുവിനെ കൊണ്ടുപോകാനാണ് പപ്പ അവിടെ നിൽക്കുന്നതെങ്കിൽ അത് വേണ്ട, പൊക്കോ. ഞാനൊന്ന് ജീവിച്ചോട്ടെ ഇനിയെങ്കിലും. നിനക്ക് മാത്രമല്ല ജീവിതം, റിട്ടയർമെന്റ്, വിശ്രമിക്കാൻ കുറച്ച് ദിവസം, ഇടയ്ക്ക് മകളുടെയും കൊച്ചുമോൻ്റെ ഒരു വിസിറ്റ്, അവരുമായിട്ട് ചെറിയ ചെറിയ സമയം, ചെറിയ ചെറിയ സന്തോഷം, വളർന്നു വരുന്ന അവനെ ഫ്രണ്ടാക്കാനുള്ള ഒരു ചെറിയ കാലം, ഒരു ബർത്ത്ഡേ, ഒരു ക്രിസ്മസ്, ഒരു ഈസ്റ്റർ, പിന്നെ എല്ലാവരും ചുറ്റും നിൽക്കുമ്പോൾ എല്ലാവരെയും കണ്ടുകൊണ്ട് ശാന്തമായ മരണം. നിനക്ക് മാത്രമല്ലടാ ജീവിതം. അന്നവളെ വഴിയിൽ ഉപേക്ഷിച്ച് പോയ നിമിഷം തൊട്ട് നീ കുട്ടുവിന്റെ അപ്പനല്ല. അന്ന് മുതൽ അവൻ അപ്പനില്ലാത്ത കുട്ടിയാ. മതി പറഞ്ഞത്. നിങ്ങളാരുടെ ദൈവോ തീരുമാനം പറയാൻ? അതെ, അങ്ങനെ ഒരാളും വേണമല്ലോ. അതിവിടെ ഞാനാ. ഞാനല്ലാതെ ഇവിടെ ആരാവണോടാ നിന്റെ ദൈവം? കുട്ടു ഇനി എന്റെ കൂടെയാണ്. തീരുമാനം തന്നെ. നടക്കില്ല പാപ്പ, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം നടക്കില്ല. നീ ജീവിച്ചിരിക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. മനക്കരുത്തുണ്ടായിരുന്നെങ്കിൽ അതും ചെയ്തേനെ. എനിക്ക് ആ മനക്കരുത്തിന് ഒരു കുറവുമില്ല. കുട്ടുവിന് വേണ്ടിയിട്ടാകുമ്പോൾ എനിക്ക് എളുപ്പത്തിൽ കിട്ടും. ഇപ്പൊ നിങ്ങൾ എന്റെ ശത്രുവാണ്. ഞാൻ പേടിക്കുന്നു, ഞാൻ വെറുക്കാൻ തുടങ്ങുന്നു എന്റെ ശത്രു. വിശ്വസിച്ചേൽപ്പിച്ചത് അങ്ങ് അവസാനം വരെ നോക്കിക്കൊള്ളുമെന്നുള്ള പ്രതീക്ഷയില്ല. നല്ല കുടുംബം, നല്ല പയ്യൻ, നേരിട്ട് കണ്ടപ്പോ സ്നേഹമുള്ളവൻ. ഞാനാടാ വാദിച്ചത്, ഞാനാ അവൾക്ക് ഉറപ്പ് കൊടുത്തത്. അവളെ മൂടി അതിന് പുറത്ത് നീ ഉണ്ടാക്കിയെടുത്ത ഫ്യൂച്ചറിലേക്ക് കുട്ടുവിനെ ഞാൻ വിട്ടു തരണമല്ലേ? പപ്പ തന്നെയാടാ ഞാൻ അവളുടെ ഇപ്പോഴും. കൊല്ലു നീ കൊന്നിട്ട് എവിടെ വരെ പോവും?